ഇത് ഞാൻ നിനക്കൊരു ഹോം ട്യൂഷൻ അറേഞ്ച് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. ബാക്കി കണ്ടന്റ് ഞാൻ പറയാം. പറ. ഇപ്പൊ പോയ സാധനത്തിന് ഹോം ട്യൂഷൻ കിട്ടുമെന്ന് ഞാൻ ചോദിക്കണം. അവര് നമ്മുടെ വീട്ടിൽ വന്ന് ഹോം ട്യൂഷൻ എടുക്കണം. നിങ്ങൾക്ക് അതിനെ ട്യൂൺ ചെയ്യണം. എന്റെ ജീവിതം നശിച്ചു പോയാലും ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരില്ല. കൈ വെച്ചാൽ മതി കേട്ടോ. എന്റെ ലിസ്റ്റേ മനസ്സിലാക്കി കളഞ്ഞു. എന്നാപ്പാ നിനക്കിതല്ലാതെ വേറെ പാർട്ട് ടൈം ആയിട്ട് വല്ല ജോലിയുണ്ടോ? എനിക്കൊരു ജോലിയൊന്നുമില്ല. സത്യം പറയണം. എനിക്ക് ജോലിയില്ലെന്ന്. ഇല്ലേ? ഇല്ല. എങ്കിൽ പിന്നെ നിനക്ക് എവിടെ നടാ തരം തരം പോലെ കാശ്? ആശോ സിനിമയില് പാട്ട് സീനിൽ മാറി പാന്റ്, കോട്ട്, ഷൂസ്, ബെൽറ്റ്, വാച്ച്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഉണ്ടാക്കി വച്ചേക്കണത് മൊത്തം വിറ്റ് നീ കാശാക്കണം. ചീത്തപ്പേര് വിറ്റാ കാശ് കിട്ടും അപ്പ. അപ്പൻ ചീത്തപ്പേരല്ലാണ്ട് എന്നാങ്കിലും സാധനം എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഈ ചെറുക്കന്റെ മേലെ ഒരു കൗണ്ടർ അടിക്കാനും രക്ഷയില്ലോ ഭഗവാനെ. ഇപ്പൊ എവിടെന്നാ കാശ് അപ്പൻ അറിയണം. അത് പറയണം. പറയാ. ഇത് നമ്മള് രണ്ടുപേരും മാത്രമേ അറിയാവൂ. അത്രേ ഉള്ളൂ. വേറെ ആരും വരരുത്. സത്യയിട്. സത്യമായി. പ്രത്യേകിച്ച് എന്റെ അപ്പൻ ഒട്ടും അറിയരുത്. ഞാനല്ലാതെ എനിക്ക് വേറെ അപ്പനോ? വന്നു പോയതാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫേക്ക് ഐഡി തുടങ്ങി. രേഷ്മ ഐസകുമാർ എന്നും ഒരു മനു വർഗീസ് വന്നിട്ട് 1000 ഇടുന്നു, 2000 ഇടുന്നു, 3000 ഇടുന്നു. അവനെ ഞാൻ പിഴിഞ്ഞെടുക്കും. അപ്പനെ തന്നെ പീണല്ലടാ.